ഇന്നത്തെ വിശേഷം അപ്പോൾ ഇവന്മാരുടെ ഒരു കുളിയാണ്. കുട്ടപ്പൻ നല്ല പൂടെയുള്ള ടൈപ്പ് പൂച്ചയല്ല, പേർഷ്യൻ ക്യാറ്റല്ല. അപ്പോൾ ബാക്കിൽ വെട്ടിക്കൊടുത്തില്ലെങ്കിൽ അത് പീടുമ്പോഴൊക്കെ ചിലപ്പോൾ ഈ പൂടമ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാനത് വെട്ടാനായിട്ട് വിട്ടുപോയി. അപ്പോൾ പൂടമയൊക്കെ പിടിച്ചിട്ടുണ്ട്, കുറച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും കുളിപ്പിച്ചേ പറ്റൂ. ഇത്ര ദിവസം നല്ല മഴയായിരുന്നു, ഇന്നൊന്നും മഴ നീങ്ങി നിൽക്കുന്നുണ്ട്. അപ്പം എന്തായാലും മഴയാണെങ്കിലും പേമാരിയാണെങ്കിലും ഇന്ന് ഇവനെ കുളിപ്പിച്ചേ പറ്റൂ. എൻ്റെ ബാക്കിലൊക്കെ ഉണ്ട് കുറച്ച്. കൂട്ടത്തിൽ ഞാൻ ആ നാടൻ പൂച്ചേനെയും കുളിപ്പിക്കുന്നുണ്ടാ. ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുളിപ്പിക്കണത്. അപ്പം വെള്ളം റെഡിയായി, കുളിക്കാം. മനസ്സിലായിരുന്നു. ഹലോ, ഞങ്ങൾ കുളിച്ചിട്ട് വരാം. മനസ്സിലായി. നിക്ക് കഴിഞ്ഞു കരയണ്ടാട്ടാ. ഇവിടൊക്കെ ചെളിയില്ലേ, പോട്ടെ. നിക്കട്ടാ, കരയണ്ട. നോക്കി നല്ല കുട്ടിയായിട്ട് നിന്നേ. നല്ല കുട്ടിയായിട്ട് നിക്കണതല്ല, കുട്ടപ്പനയിലും നല്ല കുട്ടിയായിട്ട് നിക്കണതാ. കരയണ്ടാട്ടാ. ചുന്തിരി അല്ല, ശുന്തിരി. അപ്പോൾ അടുത്ത ആളെന്നെ കുളിപ്പിക്കാൻ. ഇനി ഇവളെ കുളിപ്പിക്കാനാണ് പാട്. അവൻ നല്ല കുട്ടിയായിട്ട് നിൽക്കും. ഇവള് കുഞ്ഞുനാൾ മുതലേ കുളിക്കണതാ. പക്ഷെ ഇപ്പോഴും കുളിക്കേണ്ട കാര്യം വന്നു കഴിഞ്ഞാൽ നല്ല ബലം പിടുത്തം, മാന്ത, നോക്കൽ ഒക്കെ ഉണ്ട്. നല്ല വാശിക്കരുത്തിയാണ്. ആ നാടൻ പൂച്ചേനെ ഇപ്പം ഞാനൊരു 3-4 പ്രാവശ്യമാണ് കുളിപ്പിക്കുന്നത്. അതെത്ര നല്ല കുട്ടിയായിട്ടാണെന്നറിയാൻ നിൽക്കുക. ആദ്യമായിട്ടത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അവ കുളിക്കുന്നുണ്ടാവണം. പക്ഷെ അതിനെ കൊണ്ടൊന്നും ഒരു ശല്യമില്ല. ഇവളെ കുളിപ്പിക്കണമെങ്കിൽ ഊപ്പാടിളകും. ഇങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് പോവും. ചൂടുവെള്ളമാണ് എടുത്ത് നോക്കുന്നത്. അത് മേലൊഴിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. ബാക്കി തേക്കിലോ ഉരയ്ക്കലോ ഒന്നും പറ്റില്ല. അവളെ ബാക്ക് ഭാഗമാണെങ്കിൽ നന്നായി ഉരച്ച് കഴുകണം. എങ്ങനെയൊക്കെയോ ഒരു വിധം ഞാൻ കുളിപ്പിച്ചങ്ങോട്ട് എടുത്തു. ഞാനൊരു മാസത്തിൽ 2 പ്രാവശ്യം തന്നെ കേട്ടോ കുളിപ്പിക്കുള്ളൂ. ഇപ്പം മഴയായ കാരണം വെയിലൊക്കെ നോക്കിയിട്ട് തന്നെ കുളിപ്പിക്കുക. ഇതിപ്പോൾ അത് വെട്ടാത്ത കാരണമാണ് എനിക്ക് കുളിപ്പിക്കേണ്ടി വന്നത്. അതല്ലെങ്കിൽ ഇപ്പം അവളെ കുളിപ്പിക്കേണ്ട ടൈം ആയിട്ടില്ല. വേനൽക്കാലമാണെങ്കിൽ ഞാൻ ഇടയ്ക്കൊന്ന് കുളിപ്പിക്കും. നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് കുളിപ്പിച്ച് കൊടുക്കും. അപ്പോൾ ഒരു സുഖം കിട്ടില്ല എന്ന് വെച്ചിട്ട്. അപ്പോഴും ഗുസ്തിയൊക്കെ ഇതുപോലെ തന്നെയാണ്, മര്യാദയ്ക്ക് നിൽക്കൊന്നുമില്ല. ഗുസ്തി കാണിച്ച് തന്നെ നിൽക്കും. എൻ്റെ ഫേസിൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് ആരും ഞെട്ടണ്ട. അത് അവളുടെ ബാക്ക് വശം കഴുകണ എൻ്റെ എക്സ്പ്രഷനാണ്. എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് പട്ടീനും പൂച്ചേനെയും വളർത്തി നല്ല ശീലമൊക്കെ എൻ്റെ വീട്ടിൽ പട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പം കുഞ്ഞീതിലേ പട്ടീനും പൂച്ചേനെയൊക്കെ പരിപാലിച്ചിട്ടുള്ള നമുക്ക് അവരെ ഒരു താല്പര്യം ഉണ്ടല്ലോ. അപ്പോൾ എനിക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. എനിക്ക് പറ്റാനൊക്കെ സംരക്ഷിക്കാനായിട്ട് നല്ല ഇഷ്ടം തന്നെയാണ്. വീട്ടിലത് പട്ടീനെ ഞാൻ തന്നെയാണ് കുളിപ്പിക്കാറ്. കൂട് വൃത്തിയാക്കലും എല്ലാ കാര്യങ്ങളും ചെയ്യണത് ഞാൻ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ അറപ്പും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഞാൻ വെറുതെ അങ്ങനെ ഒരു കഴുകുമ്പോൾ ഫേസ് അങ്ങനെ പിടിച്ചു എന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ അങ്ങനെ ഓരോ പട്ടീനെയും പൂച്ചേനെയൊക്കെ കാണുന്നുണ്ട്. വയ്യാണ്ടാവുമ്പോൾ അവരെ വേണ്ട ആളൊഴിഞ്ഞൊരു ഭാഗത്ത് കൊണ്ടുപോയി ഇടുന്ന ഒരു രീതി പണ്ട് ഞാനൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപൂർവം കുറച്ച് ആൾക്കാരെ വീട്ടിലൊക്കെ ഈ പട്ടിയും പൂച്ച ഉണ്ടാവും. പട്ടിയൊന്നും അങ്ങനെ അധികം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരുവിധം എല്ലാ വീടുകളിലും പൂച്ചയെങ്കിലും ഉണ്ടാവും. നാടൻ പൂച്ചയോ അല്ലെങ്കിൽ ഇതേപോലെ പേർഷ്യൻ ക്യാറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു ഇനം എന്തായാലും ഉണ്ടാവും. ഇവരെ നോക്കുന്നുണ്ട്, വളർത്തുന്നുണ്ടെങ്കിൽ അവരെല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മൾ ഏറ്റെടുക്കണുണ്ടാ. ഞങ്ങളുടെ ഈ പരിസരത്ത് അതുപോലെ ഒരു വയ്യാത്തൊരു പട്ടി അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നുണ്ട്. കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. നമുക്കിപ്പോൾ അവരെ ഏറ്റെടുക്കാൻ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അവിടെ കൊണ്ടുവന്ന് നോക്കാൻ പറ്റാത്ത കാരണമാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ എല്ലാ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. അപ്പോൾ കുളിയൊക്കെ ഇവിടെ കഴിഞ്ഞു. ഇനി നേരെ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി മുകളിൽ കൊണ്ടുവയ്ക്കുണ്ടോ ഉണങ്ങാനായിട്ട്. എൻ്റെ കയ്യിൽ ഹെയർ ഡ്രയർ ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ അച്ഛനും പാപ്പനൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്.
വർഷം എത്രയായി, കുറച്ച് ദിവസം മുന്നേ അതൊക്കെ കേടായത് കേട്ടാ. ഞാൻ ഉപയോഗിച്ചു, അനിയത്തി, പിന്നെ എൻ്റെ മക്കൾ, ലാസ്റ്റ് തന്നെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അത് എടുക്കേണ്ടി വന്നു. അപ്പം ഇങ്ങനെയാണ് അപ്പം ഞങ്ങളുടെ ഒരു ഉണക്കം. കുറച്ച് നേരം മുകളിലിരിക്കും, വെയിലൊന്നുമില്ല, പിന്നെ അവൻ നക്കി നക്കി ഉണക്കും. അപ്പം നീരാട്ടമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ സുഖത്തിൽ ഇങ്ങനെ കിടക്കുക. ഇത് പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം നല്ല ഉഷാറായില്ലേ ഇവരെ കാണാനൊക്കെ. ഇവരെ പൂടൊക്കെ നല്ല പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റും നല്ല സുഖമൊക്കെ ഉണ്ടാവും ഇവർക്കും കുളിച്ചതിൻ്റെ പേരിൽ. അപ്പോൾ രണ്ടാളും നല്ല കുട്ടപ്പന്മാരായിട്ട് നിൽക്കണുണ്ട്. മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇന്നലെയും ഉണ്ടായിരുന്നില്ല, ഇന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ തണുക്കും തോന്നുന്നുണ്ടല്ലേ, തണുപ്പ് എന്തായാലും ഉണ്ടാവില്ലേ. അപ്പോൾ കുളിച്ചെടുത്തപ്പോൾ എനിക്കും ഒരു സന്തോഷമായി. ഇവൻ പുറത്തൊക്കെ പോയി അലഞ്ഞ് തിരിയണതല്ലേ, ചിലപ്പോൾ മീനൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നാക്കുമ്പോഴോ എങ്ങനെയെങ്കിലുമൊക്കെ മേലാവില്ലേ. അപ്പോൾ എൻ്റെ അടുത്താണ് എടുക്കുക. അപ്പോൾ ചില ദിവസമൊക്കെ പിന്നെ നല്ല മീൻ മണം ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം.